എൻ്റെ അമ്മക്ക് ഞാൻ തിരിച്ചു വരുന്ന അറിയാം. അമ്മക്ക് ഒരു ഭാഗ്യം ഉണ്ടായത് അമ്മക്ക് അധികം എന്നെ കാണേണ്ടി വന്നിട്ടില്ല. സിജോ, അച്ഛനും അമ്മയും ശരിക്ക്, കാരണം അമ്മയൊക്കെ ശരിക്കും നമ്മുടെ ഉമ്മമാരൊക്കെ നമുക്ക് അറിയാം, മക്കൾക്ക് എന്തെങ്കിലും ഒരു വയ്യായി. ഇപ്പോൾ സിജോ മകളുടെ കാര്യം പറഞ്ഞപ്പോൾ അതേ ഒരു കണക്ഷൻ തന്നെയാണ് സിജോൻ്റെ അമ്മക്ക് സിജോനോടുള്ളത്. അപ്പോൾ ശരിക്കും അമ്മ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്തു, അമ്മ എങ്ങനെ ഇതിന്ന് അതിൻ്റെ ഒരു കാര്യം എന്താ ശരിക്കും? എല്ലാവർക്കും ഇതൊരു ഷോക്കായിരുന്നു, അമ്മക്കും അച്ഛനും എല്ലാം. പക്ഷേങ്കിൽ എൻ്റെ അമ്മക്ക് ഞാൻ തിരിച്ചു വരുന്ന അറിയാം. അതായത് ഞാനിപ്പം പണ്ട് ട്രാവൽ ചെയ്യാൻ പോയാലും ഞാനിപ്പം ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മ ഞാൻ പിറ്റേ ദിവസം കണ്ണൂരിൽ നിന്ന് ഞാനിപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഹൈദരാബാദോ എവിടെയെങ്കിലും എത്തിയിട്ടായിരിക്കും. ഹബ്ബാണ്. അപ്പൊ അവിടെ എത്തിയിട്ട് ഞാൻ ഫോൺ വിളിച്ച് പറയാം, അമ്മ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരും, ഞാൻ ഇന്ന സ്ഥലത്ത് വന്നിട്ട് മണിപ്പൂരോ അല്ലെങ്കിൽ കുതിരമുഖോ എവിടെയാ ഉള്ളതെന്ന് ഞാൻ വിളിച്ച് പറയാം. അപ്പോൾ അതായത് കൊണ്ട് തന്നെ എങ്ങനെയാണ് തിരിച്ചു വരുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മക്ക് ഒരു ഭാഗ്യം ഉണ്ടായത് അമ്മക്ക് അധികം എന്നെ കാണേണ്ടി വന്നിട്ടില്ല. ഞാൻ ഈ അങ്കിളിന്റെ വീട്ടിലായതുകൊണ്ട് തന്നെ വല്ലപ്പോഴും അമ്മ അതിലൂടെ, അങ്കിളിന്റെ വീട് മീൻസ് എന്റെ 2 വീട് അപ്പുറം തന്നെയാണ്. അപ്പോൾ അതിലൂടെ വരുന്ന സമയത്ത് തന്നെ ജനലിലൂടെ ഒന്ന് കാണുന്നല്ലാതെ പക്ഷേ ഉള്ളിൽ നല്ല സങ്കടമുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് പുറത്ത് കാണിക്കില്ല, ആരും എൻ്റെ അടുത്ത് പുറത്ത് കാണിക്കില്ല. ഞാൻ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു സെന്റിമെന്റ്സ് എനിക്ക് ഇഷ്ടം. അത്ര പോലും കാണിക്കാത്ത വേറൊരാളാണ് നമ്മുടെ അച്ഛൻ. അവര് ശരിക്കും ഒറ്റക്ക് മാറി നിന്ന് കരയുന്നുണ്ടാവും. തീർച്ചയായും, കാരണം വെച്ചാൽ ആള് ബോൾഡായി നിന്നേ പറ്റൂ ആൾക്ക്. ഇപ്പോ എന്റെ അച്ഛനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇമോഷണൽ ആകുന്ന ഒരു ഇഷ്ടമുള്ളത് ഏക്കിമാർ ദോ തുക്കട എന്നാണ് നമ്മൾ പറയാറ്. വെട്ടൊന്ന് മുറിവിലുണ്ട്, പക്ഷെ എന്നാൽ പോലും ആളും മനുഷ്യനാണ്.